നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് അല്ലേ? എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എത്ര പ്രത്യാശ ഉളവാക്കുന്ന പാട്ടാണ്. സ്തോത്രം. പക്ഷെ ഇത് പ്രാകൃതമായിട്ട്, ഈ ലോകത്തിന് അനുരൂപമായിട്ട്, ഐഹികമായിട്ട് ചിന്തിച്ച് പാടിയാലോ? പ്രാകൃതമായിട്ട്, ഐഹികമായിട്ട്, ഈ ലോകത്തിന് അനുരൂപമായിട്ട് ഈ പാട്ടിനെ ചിന്തിച്ച് പാടിയാലോ? അത് ദൈവാത്മാവിന്റെ ഉപദേശത്തോട് ചേർന്ന് വരുന്നത് അല്ല. ദൈവാത്മാവിന്റെ ഉപദേശത്തോട് ചേർന്ന് വരുന്നത് അല്ലാതെ നമ്മൾ ചിന്തിച്ച് പാടിയാൽ അത് മൂടന്റെ ഗീതമാണ്. സ്തോത്രം. മൂടന്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നു. കണ്ണെന്ന് പറഞ്ഞാൽ അക്ഷരീയ കണ്ണ് മാത്രമല്ല, ഹൃദയക്കണ്ണ്. മൂടന്റെ ഹൃദയക്കണ്ണ് എങ്ങോട്ട് പോകുന്നു? ഭൂമിയുടെ അതിരുകളിലേക്ക് പോവുകയാണ്. ഭൂമിയുടെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്തയും ഭൂമിയുടെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്തിച്ചുള്ള പാട്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആ മനുഷ്യൻ? മൂടനാണ്. അത് കൺവെൻഷൻ യോഗങ്ങളിലാണെങ്കിൽ ഈ പാട്ട് ഭൗതിക അനുഗ്രഹത്തിന്റെ ലക്ഷ്യത്തിലാണ് പാടുന്നെങ്കിൽ ആ പാട്ടുകാരാരാണ്? ചേർന്ന് പാടുന്ന വിശ്വാസികൾ ആരാണ്? ശുശ്രൂഷകർ ചേർന്ന് പാടുന്നെങ്കിൽ അവരാരാണ്? ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചാൽ നമുക്ക് ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. ലക്ഷ്യം തെറ്റിയുള്ള യാത്ര. സ്തോത്രം. നാം ആ ലക്ഷ്യം തെറ്റിപ്പോകുന്നവരാകരുത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ലക്ഷ്യം തെറ്റി പഠിച്ചാൽ എന്താ ഗുണമുള്ളത്? ഓട്ടക്കളത്തിൽ ഓടുന്നവരും ലക്ഷ്യം തെറ്റി ഓടിയാൽ എന്താ ഗുണമുള്ളത്? ഓടുന്നു, ബിരുദം പ്രാപിക്കുന്നു, പക്ഷെ ലക്ഷ്യം തെറ്റിയാണ് ഓടിയത്. എന്താ ഗുണമുള്ളത്? അപ്പൊ ഓരോ കാര്യത്തിനും ഓരോ ലക്ഷ്യം. ഒരു പണി ചെയ്യുന്ന വ്യക്തിക്ക് ആ പണിയുമായി ഉള്ള ബന്ധത്തിൽ ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തെറ്റിയാണ് പണി ചെയ്താലോ? അടുക്കള പണി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം തെറ്റി വീട്ടമ്മ അടുക്കള പണി ചെയ്താലോ ആഹാരം കഴിക്കാൻ പറ്റും. ലക്ഷ്യം തെറ്റിയാണ് വീട്ടമ്മ ചായ ക്രമീകരിച്ചാലോ ആ ചായ കുടിക്കാൻ പറ്റും. അങ്ങനെയാണ് ലക്ഷ്യം തെറ്റി ചായ ക്രമീകരിക്കുന്ന വീട്ടമ്മമാരിവിടെ ഉണ്ടോ? ലക്ഷ്യം തെറ്റി ആഹാര ക്രമീകരണം ചെയ്യുന്ന വീട്ടമ്മമാരിവിടെ ഉണ്ടോ? സ്തോത്രം. ലക്ഷ്യം തെറ്റി പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടോ? ലക്ഷ്യം തെറ്റി പണിയെടുക്കുന്ന പിതാക്കന്മാർ ഇവിടെ ഉണ്ടോ? സഹോദരന്മാരുണ്ടോ? പൈസല്ലോ. അപ്പൊ ഏതൊരു കാര്യത്തിനും ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഉദ്ദേശമുണ്ടായിരിക്കണം, അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം, അതിനൊരു നിയമം ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിനും ഒരു നിയമമുണ്ട്. അങ്ങനെയാണ് ദൈവഭക്തന്മാര് ദൈവത്തിൽ ആശ്രയം വെച്ചതും നിയമപ്രകാരമായിരുന്നു, ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. എന്റെ പാട്ടുകാരൻ ഒരു പാട്ടിങ്ങനെ പാടിയിട്ടുണ്ട്. ലക്ഷ്യമതാണ് എന്നാശയതാണ് എൻ ജീവനാഥനെ എന്നു കാണുമോ. ലക്ഷ്യമതാണ് എന്നാശയതാണ്
കാണും, എന്ന് കാണുമോ എന്നുള്ള ചോദ്യത്തിന്റെ പാട്ടാണ്. നമ്മളൊക്കെ കണ്ടവരല്ലേ? നമ്മളൊക്കെ ആ രക്ഷകനെ കണ്ടെന്ന് പറയുന്നവരല്ലേ? ആ ദൈവത്തെ കണ്ടെന്ന് പറയുന്നവരല്ലേ? ആ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നവരല്ലേ? പാട്ടുകാരൻ ചോദിക്കുന്നത് എന്ന് കാണുമെന്നാണ്. അതിനർത്ഥം കണ്ടെന്നാണോ? ഇപ്പൊ കണ്ടെന്നൊക്കെ സ്റ്റേജുകളിൽ നിങ്ങൾ വെല്ലുവിളിച്ചങ്ങ് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടോ? ദൈവത്തെ ആരും ഒരു തവണ കണ്ടിട്ടില്ലെന്ന് വചനം പറയും. യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന് പറയും. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ കാണണമെങ്കിൽ യേശുക്രിസ്തു പറയുന്ന കേട്ടനുസരിക്കണം എന്നും പറയും. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കാൻ ദൈവത്തെ കണ്ടു എന്ന് വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും എത്രത്തോളം ശരിയാണ്, എത്രത്തോളം തെറ്റാണ്? അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. എവിടെ അവസാനിക്കുന്ന ഒരു പിടിയില്ല. പിന്നെ ഒരു വിശ്വാസം മാത്രം. എവിടെ? അത് സ്വർഗത്തിൽ. സ്വർഗത്ത് പോകും. പക്ഷെ യാത്ര ചെയ്യുന്നത് ഏത് വാഹനത്തിലാണ്? മരണവാഹനത്തിലാണ്. ജീവനുള്ള വാഹനത്തിലല്ല യാത്ര ചെയ്യുന്നത്, മരണത്തിന്റെ വാഹനത്തിലാണ്. നമ്മെ മേയ്ക്കുന്ന ആരാണ്? മൃത്യുവാണ് മേയ്ക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ്? സ്വർഗത്തിൽ പോകും. മേയ്ക്കുന്ന ആരാണ്? മൃത്യു. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇതൊക്കെ നാം നമ്മുടെ ജീവിത മേഖലയിൽ തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഒരുക്കി തരുന്ന അവസരങ്ങളെ നാം പൂർണ്ണ ഹൃദയത്തോടു കൂടി അതിനെ പ്രയോജനപ്പെടുത്തണം. പ്രയോജനപ്പെടുത്തിയില്ലെങ്കിലുള്ള അനന്തര ഫലം നിസ്സാര കാര്യമായിട്ട് കാണരുത്. ഇത് കഥ കേട്ട് മറന്നു പോകുമ്പോൾ പോകാനുള്ളതല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇതേ അച്ചോട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇരുന്നില്ല എന്ന് വരികിലും നിങ്ങൾക്ക് മനസ്സിൽ ഇത് ഗ്രഹിക്കത്തക്കവണ്ണം, നിങ്ങളുടെ സാധ്യതകൾക്കൊത്തവണ്ണം, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഗ്രഹിച്ചിരിക്കണം. സ്തോത്രം. അപ്പൊ നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താണ് ലക്ഷ്യം? ജീവനാഥനെ കാണുവാനേ. സ്തോത്രം. ആ ലക്ഷ്യം നിറവേറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ആണ് സങ്കീർത്തനത്തിൽ പറയുന്ന സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തണം. എങ്ങനെ ക്രമപ്പെടുത്തണം? ഒരു ബാലൻ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ദൈവത്തിന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കണം. അപ്പൊ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നടപ്പിനെ ക്രമപ്പെടുത്തുന്നവർ എന്ത് ചെയ്യും? രക്ഷയെ കാണിച്ചു കൊടുക്കും. നടപ്പിനെ ക്രമപ്പെടുത്തുന്നവരൊക്കെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരും കാണിച്ചു കൊടുക്കില്ല, എല്ലാവർക്കും കാണിച്ചു കൊടുക്കില്ല. നടപ്പിനെ ക്രമപ്പെടുത്തുന്നവർക്ക് രക്ഷ കാണിച്ചു കൊടുക്കുക. ദൈവവചന പ്രകാരം ക്രമപ്പെടുത്തണം. ദൈവവചന പ്രകാരം നടപ്പിനെ ക്രമപ്പെടുത്താൻ ആരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്? പഠിപ്പിക്കാതെ എങ്ങനെ ക്രമപ്പെടുത്താൻ സാധിക്കും? സ്തോത്രം. അപ്പൊ അവിടെ വായിച്ച സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നാണ് വായിച്ചത്. അപ്പൊ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ആരായിരിക്കണം? അപ്പൊ സ്തോത്രം എന്ന യാഗത്തിലല്ല ജീവിതം തുടങ്ങാനുള്ളത്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ പഠിച്ച് ഇപ്പോൾ ആരാണ് സ്തോത്രം എന്ന യാഗം അർപ്പിക്കാനുള്ളത്? ആരാണ് നീതിയുള്ള വിധി? ദൈവത്തിന്റെ, നമ്മുടെ ജീവനായ ദൈവത്തിന്റെ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ, അദൃശ്യനായ ദൈവത്തിന്റെ, സൃഷ്ടാവാകുന്ന ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ പഠിക്കുന്നവരാണ് സ്തോത്രമെന്ന യാഗം അർപ്പിക്കാനുള്ളത്. അവർക്ക് മാത്രമേ തന്റെ നടപ്പ് ക്രമപ്പെടുത്താൻ സാധിക്കൂ. അല്ലാതെ ആർക്ക് സാധിക്കും? അപ്പൊ ദൈവത്തിന്റെ നീതിയുള്ള കാര്യങ്ങൾ, വിധികൾ പഠിച്ചിട്ടാണോ ക്രിസ്ത്യാനികൾ സ്തോത്രമെന്ന വാക്ക് പറയുന്നത്? നീതിയുള്ള വിധികളെ പഠിപ്പിച്ചിട്ടാണോ സ്തോത്രമെന്ന വാക്ക് പറയാൻ ശുശ്രൂഷകൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ശുശ്രൂഷകൻ ദൈവജനത്തെ സ്തോത്രം പറയാൻ പറയുന്നു. നീതിയുള്ള വിധി പഠിപ്പിച്ച് പരമാർത്ഥ ഹൃദയത്തിൽ ആക്കിയിട്ടാണോ സ്തോത്രം പറയാൻ പ്രേരിപ്പിക്കുന്നത്? സ്തോത്രം എന്ന് പറയുന്നത് വക്രഹൃദയത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനെ കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ എന്താ ഗുണമുള്ളത്? അഹങ്കാര ഹൃദയമുള്ള ഒരു മനുഷ്യൻ അതിനെ കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ എന്താണ് അതിന് ഗുണമുള്ളത്? അത് ദൈവം പ്രസാദിക്കും. അത് ദൈവത്തിന് മഹത്വമാകും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം എന്ന യാഗം അർപ്പിക്കേണ്ട ആരാണ്? വിവാഹം കഴിയുന്നവൻ കുടുംബത്തിലാവുകയാണ്. പക്ഷെ വിവാഹം കഴിയേണ്ട ആരാണ്? അല്ല, ആരാണ് വിവാഹം കഴിയേണ്ടത്? ലക്ഷ്യമില്ലാത്ത വിവാഹം കഴിഞ്ഞ് എവിടെ അവസാനിക്കും? കുടുംബത്തെ നന്നായി ഭരിക്കാൻ വിവരമില്ലാത്ത ഒരു മനുഷ്യൻ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെ ഭരിക്കും? അപ്പൊ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് സ്തോത്രമെന്ന യാഗം അർപ്പിക്കാൻ പരമാർത്ഥ ഹൃദയമില്ലാത്ത ഒരു മനുഷ്യൻ സ്തോത്രമെന്ന യാഗം അർപ്പിച്ചാൽ ദൈവത്തിന് മഹത്വം വരുമോ? അവർക്ക് തന്നെ നടപ്പിനെ ക്രമപ്പെടുത്താൻ പറ്റുമോ? പിന്നെ രക്ഷ കാണാൻ പറ്റുമോ? എനിക്ക് ദൈവം കാണിച്ചു കൊടുക്കും. അപ്പൊ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ എളുപ്പമുണ്ടല്ലേ? രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ എളുപ്പമുണ്ടല്ലേ? സ്തോത്രം. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഹൃദയം നുറുങ്ങും, മനസ്സ് തകരും, ദൈവം നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കേണ്ടത് ആരാണ്? നീതിയുള്ള വിധികളെ പഠിക്കുന്നവരാണ്, പരമാർത്ഥ ഹൃദയം പ്രാപിക്കുന്നവരാണ് സ്തോത്രമെന്ന യാഗം അർപ്പിക്കേണ്ടത്. അവരാണ് ദൈവത്തെ എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുത്തുന്നത്. അല്ലാത്തവർ സ്തോത്രമെന്ന യാഗം അർപ്പിച്ചാൽ ദൈവത്തെ അല്ല മഹത്വപ്പെടുത്തുന്നത്, ലോകത്തിന്റെ ദൈവത്തെയാണ്. ഈ ലോകത്തിന്റെ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. പിശാച് എന്ന പിതാവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ നീതിയുള്ള വിധികളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ. സ്തോത്രം. ആ ബുദ്ധിക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ച് നീതിയുള്ള വിധികളെ പഠിപ്പിക്കാൻ എടുത്ത് പോയി പഠിച്ച് പരമാർത്ഥ ഹൃദയം പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമാർത്ഥത ഇല്ലാത്തവർക്ക് എന്ത് ഹൃദയമാണുള്ളത്? നമുക്കൊക്കെ എത്രത്തോളം പരമാർത്ഥത ഉണ്ടെന്ന് അവരവർ തന്നെ ഒന്ന് അവരവരെ ശോധന ചെയ്താലോ. ഈ ഒരു പരമാർത്ഥ ഹൃദയം ഒന്നും ഇല്ലാതെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു നൃത്തം ചെയ്ത് ആരാധിച്ചു, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു എന്ന് പറഞ്ഞാൽ ആരെയാണ് ആരാധിക്കുന്നത്?
ദൈവത്തെയാണ്. ദൈവത്തിനാണ് ആരാധന കഴിക്കുന്നത്. ആ ദൈവത്തിന് പ്രസാദമാണ്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കണമെങ്കിലുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വമേറിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അതിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണം ഉണ്ടായിരിക്കണം. വാക്യം അത് 110 സങ്കീർത്തനം 7 വാക്യം 8 വാക്യം 9 വാക്യം 9 വാക്യം 10 വാക്യം 11 വാക്യം. ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട്, ദൈവത്തിന്റെ ആരുടെയെങ്കിലല്ല, ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പഠിപ്പിക്കാതെ വേണ്ടി ഒരു സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കുമോ? ഒരു കൂട്ടായ്മയ്ക്ക് പറഞ്ഞ എല്ലാവരും ഒരുപോലെ ദൈവത്തിന് മാത്രമേ പഠിക്കുമോ? പ്രൈസല്ലോ. എന്നാൽ പഠിക്കുന്നവർക്ക് എന്ത് കിട്ടും? പരമാർത്ഥ ഹൃദയം കിട്ടും. കാരണം എങ്ങനെ കിട്ടുന്നു? പഠിക്കുന്ന വചനം ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ പരമാർത്ഥതയുള്ളതാണ്. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും, നമ്മുടെ നിരൂപണങ്ങളെ സ്വാധീനിക്കും, നമ്മുടെ നിരൂപണങ്ങളിൽ അത് ഭരണം നടത്തും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ തീരുമാനങ്ങള്, ചിന്തകള്, പോക്ക്, വരവ്, ഇരിപ്പ്, എഴുന്നേൽപ്പ് എല്ലാം അതിന് യോഗ്യമായിട്ടായിരിക്കും. അതിന് എതിരായിട്ട് ഒരു സംഭവ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉണ്ടായാൽ ആ സമയം തന്നെ ആ മനുഷ്യൻ ഹൃദയനൃഗത്തോടും അനുതാപത്തോടും കൂടെ ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം വരും. സ്തോത്രം. അങ്ങനെയാണ് ഒരു മനുഷ്യന് പരമാർത്ഥത വരുന്നത്. സ്തോത്രം. ഈ പരമാർത്ഥത എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടൊക്കെ ഉള്ളൂ. എന്താന്ന് രുചിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ രുചിക്കുന്നു എങ്കിൽ ഈ സമൂഹത്തിൽ ആരോട് ഇടപെടാൻ പറ്റും? ആരോട് സംസർഗം ചെയ്യാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് സ്തോത്രം? ദൈവത്തിന് സ്തോത്രം. ആരാണ് അത് ചെയ്യാനുള്ളത്? പരമാർത്ഥ ഹൃദയമുള്ളവർ. ആർക്കാണ് പരമാർത്ഥ ഹൃദയം ലഭിക്കുന്നത്? ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിക്കുന്നവർക്ക്. അടുത്ത്, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ ആചരിക്കും. സ്തോത്രം. അപ്പോൾ നീതിയുള്ള വിധികളെ പഠിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കും. ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കുന്നവർ എന്ത് ചെയ്യും? അവർ ചട്ടപ്രകാരം വല്ലി കിട്ടും. അവർ ചട്ടപ്രകാരം പോരാടും. അവർ ചട്ടപ്രകാരം പ്രവചിക്കും. അവർ ചട്ടപ്രകാരം അന്യഭാഷ പറയും. അവർ ചട്ടപ്രകാരം സ്നാനമേൽക്കും. അവർ ചട്ടപ്രകാര സ്നാനം കൊടുക്കും. അങ്ങനെ ദൈവവിഷയമുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ചട്ടമുണ്ടായി. ആ ചട്ടമുള്ളവർ പരമാർത്ഥ ഹൃദയമുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. ഞാൻ അങ്ങയുടെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട്. ഞാൻ അങ്ങയുടെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ പഠിക്കണം. കേട്ടുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, ഗ്രഹിച്ചുകൊണ്ടിരിക്കണം, സംഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അതിനോട് ഒന്നായി വീണ്ടും അധികമായി ചേർന്നുകൊണ്ടിരിക്കണം. തിരുവചനത്തിന് യോഗ്യമായ ചിന്തകൾ, നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം. പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ ആചരിക്കും. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ ആചരിക്കും. എതിരാളികൾ പലരുണ്ടാവും. ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കുമ്പോൾ എതിരാളികൾ പലരുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എതിരാളികൾ എത്ര തന്നെ ഉണ്ടായിരുന്നാലും ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചവർ ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കും.
സ്തോത്രം. എത്ര തന്നെ പഴിച്ചാലും ദൂഷിച്ചാലും നിന്ദിച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ചാലും ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കുന്നവർ ദൈവ സന്നിധിയിൽ എത്തിച്ചേരും. ഇല്ലാത്തവർ എത്തിച്ചേരുമോ? അതുകൊണ്ട് ഇതിലെല്ലാത്തിലും നമുക്ക് തീരുമാനം ഉണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഹല്ലേലൂയ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ സൂക്ഷിക്കണം? ദൈവത്തിന്റെ വചനപ്രകാരം സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ എങ്ങനെ സൂക്ഷിക്കും? അങ്ങനെ ദൈവവചന പ്രകാരം എങ്ങനെ സൂക്ഷിക്കും? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ നിർമ്മല വചനങ്ങളെ എന്ത് ചെയ്യണം? ബാലന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കണം. നാമൊക്കെ ബാലന്മാരായിരുന്നപ്പോൾ നമ്മുടെ നടപ്പിലേക്ക് നിർമ്മലമാക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മെ പഠിപ്പിക്കാൻ പറ്റിയോ? ഗ്രഹിപ്പിക്കാൻ പറ്റിയോ? നമ്മളെ നമ്മുടെ തലമുറകളെ അങ്ങനെ ഗ്രഹിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? നടക്കേണ്ടുന്ന വഴികള് നടപ്പിനെ നിർമ്മലമാക്കുവാൻ നാം നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുന്നുണ്ടോ? സ്തോത്രം. അത് പഠിപ്പിക്കാതിരുന്നാൽ മാതാപിതാക്കളെ ദൈവം തന്റെ സന്നിധി ചേർക്കോ? ഹല്ലേലൂയ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? തോന്നിയവാസമല്ല, സിനിമയുടെയോ സീരിയലിന്റെയോ നാട്ടടപ്പ് അനുസരിച്ചോ അല്ല, ദൈവത്തിന്റെ വചനപ്രകാരം സൂക്ഷിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നിർമ്മലമാകില്ല, സൂക്ഷിക്കണം. ബാലൻ പ്രാർത്ഥിച്ചാൽ അവന്റെ നടപ്പ് നിർമ്മലമാകില്ല. പിന്നെ എന്ത് ചെയ്യണം? വചനപ്രകാരം സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും അല്ല, ദൈവത്തിന്റെ വചനത്താൽ ബാലൻ തന്റെ നടപ്പിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സൂക്ഷിച്ചാലേ നിർമ്മലമാക്കാൻ പറ്റും. അടുത്ത് ഇതൊക്കെ നാം ഈ ബാലന്മാരെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നേ ഇതൊക്കെ. ഹല്ലേലൂയ. ബാലന്മാരെയൊക്കെ നമ്മുടെ ബന്ധുക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, സമൂഹത്തിലുള്ളവരായിട്ടൊക്കെ ബാലന്മാരെ കാണുമ്പോൾ ഈ വചനങ്ങളെ പറഞ്ഞവരെ സ്വീകരിക്കണം. മോനെ എവിടെ പോയിട്ട് വരണേ, മോളെ എവിടെ പോയിട്ട് വരണേ എന്നുള്ള ചോദിക്കുകയാണത്. അടുത്തവരുടെ മക്കളെ മറ്റുള്ളവരാരും മക്കളെ ഒന്നും വിളിക്കരുത്, മോളെ ഒന്നും മോനെ ഒന്നും വിളിക്കരുത്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിളിക്കേണ്ടവരും അതിനെല്ലാം ചട്ടമുണ്ടെന്ന്, എല്ലാ ക്രമമുണ്ട്. അതിന് ചട്ടപ്രകാരം ആയിരിക്കണം. സ്തോത്രം. ലോകത്തിലുള്ള എല്ലാത്തിനും ചട്ടമില്ലേ? ഒരു 10 സെന്റ് വസ്തു വാങ്ങിച്ച് അതിനൊരു ചട്ടമില്ലേ? അവന്റെ അതിരില്ലേ? അതിന് മൂലയിൽ 4 കല്ലില്ലേ? ഒരു വീട് വെച്ച് അതിനൊരു ഒഴുങ്ങില്ലേ? അതിന് ചട്ടമില്ലേ? അതിന് പ്ലാനില്ലേ? ഇപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ മാത്രം ഒരു ചട്ടമില്ല, ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ലാതെ അഴിച്ചടിച്ച അതിന്റെ അന്തം എന്താവും? നമ്മളിൽ ആരും അങ്ങനെ ആകരുത്. നമ്മുടെ പിതാക്കന്മാരിൽപ്പെട്ട പലരും അങ്ങനെ നമ്മൾ ആക്കി കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. സ്തോത്രം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? ദൈവത്തിന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കണം. അവിടെ വചനത്തിനാണ് പ്രാധാന്യത. വചനപ്രകാരം സൂക്ഷിക്കണം. എങ്ങോട്ട് പോകുന്നു, എവിടെ ഇരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ഭക്ഷിക്കുന്നു, എന്ത് കുടിക്കുന്നു, ഇതെല്ലാം ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക.
ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ ദൈവത്തിന്റെ ഭക്തന്മാർ പറയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ അന്വേഷിക്കുന്നു. ഈ ദൈവഭക്തിയുടെ വെട്ടത്ത് വരാത്ത, വെളിച്ചത്ത് വരാത്തവര് പറയാണ് ദൈവത്തെ കണ്ടെത്തിയെന്ന്. ഇന്നത്തെ ആൾക്കാർ പറയുന്നത് അത് കേട്ടില്ല നമ്മൾ വിശ്വസിച്ചു നോക്കുന്നത്. ആ വിശ്വാസം നമ്മെ എവിടെ എത്തിക്കും എന്നത് വചനം വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം. വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം. ഭാവിക്കുന്നതിന് മീതെ നമ്മൾ ആരും ഭാവിച്ചു വരരുത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞാൻ അങ്ങനെ ആരെന്ന് വിശ്വസിക്കരുത്. അതെല്ലാം പൈശാചികമായ വിശ്വാസമാണ്. ദൈവം കണക്കിട്ട വിശ്വാസമല്ല, ദൈവം അളന്നു തന്ന വിശ്വാസമല്ല. അത് ദൈവം ചുമ്മാ വിശ്വാസം അളന്നു തരില്ല. അവരവരുടെ മാനസാന്തരത്തിന് യോഗ്യമായ വിധത്തിൽ മാത്രമേ വിശ്വാസം അവരവർക്ക് അളന്ന് തരികയുള്ളൂ. ബൈബിളിലെ ഭക്തന്മാരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതുപോലെ വിശ്വസിച്ചാൽ ദൈവം അംഗീകരിക്കില്ല. ഭക്തന്മാരെ വിശ്വസിച്ച് ദൈവം അളവ് കൊടുത്തോണ്ടാ, വിശ്വാസത്തിന്റെ അളവ് കൊടുത്തോണ്ടാ വിശ്വസിച്ചത്. ആ വിശ്വാസത്തിന്റെ അളവ് അവർക്ക് ലഭിക്കേണ്ടതിന് അതിന്റെ പുറകിൽ ഭക്തന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, പട്ടിണി, ജയിൽവാസം, കാരാഗ്രഹം, പീഡനം എന്നെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് വേണ്ടി ഏതെല്ലാം വിധത്തിൽ അവർ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നിട്ടുണ്ട്. ഒരു നാഴിക പോലും അവർ ആർക്കും വഴങ്ങി കൊടുത്തിട്ടില്ല. സ്തോത്രം, സ്തോത്രം. അങ്ങനെ നടന്നവർക്കാണ് ദൈവ വിശ്വാസം എന്ന ആത്മാവിനെ കൊടുത്തത്. ആ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നിഷ്ടത്തിൽ നടക്കുന്ന നാം ഓരോരുത്തരും എനിക്ക് ദൈവം വിശ്വാസം തന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് മസിൽ പിടിച്ചാൽ എത്ര ദിവസം പിടിക്കും? എത്ര ദിവസം മസിൽ പിടിക്കും? ഏത് മനുഷ്യൻ മസിൽ പിടിച്ചാലും വിശ്വാസമാണ്. അത്രേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ദൈവഭക്തന്മാര് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അധ്വാനമുണ്ട്, ഒത്തിരി സമർപ്പണമുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. സ്തോത്രം. അവർ അനുഭവിച്ച പീഡനങ്ങൾ ചെറുതല്ല, വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം മനസ്സിലാക്കിയാണ് പറയാൻ വിശ്വാസം പറയാനുള്ളത്. ഇല്ലെങ്കിൽ സ്തോത്രം സ്വർഗത്തിലെ റെയ്മാർക്ക് എഴുതി വയ്ക്കും, തലയ്ക്ക് ബോധമില്ലാത്ത ഇന്നാരിന്നാരിന്നാർ. ഹല്ലേലൂയ. ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് പറഞ്ഞുകൊണ്ട് നടക്കണം എനിക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിക്കൊണ്ട് നടന്ന അതിനർത്ഥം എന്താണ്? എന്താണ്? തലയ്ക്ക് ബോധമില്ല. അത് മനുഷ്യന് മനസ്സിലാവും. എന്നാൽ ദൈവം പങ്കിട്ട് തരാത്ത വിശ്വാസത്തെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് തലയ്ക്ക് സുഖമില്ലാത്ത പ്രവൃത്തിയാണ്. മനുഷ്യനറിയില്ല, പക്ഷെ ദൈവത്തിന് അറിയാം, ദൈവദൂതന്മാർക്കറിയാം. ആ വളഞ്ഞ വഴിയിൽ നിന്നെല്ലാം നമ്മൾ മടങ്ങി വരണം. സ്ഥിരതയില്ലാത്ത ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്ഥിരതയിലേക്ക് മടങ്ങി വരണം. അതാണ് ദൈവം തന്നെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നീതിയുള്ള വിധികളെ പഠിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്, എന്താണ്, എങ്ങനെയാണ്, ഏത് വിധമാണ്, വിശ്വാസം എന്താണ്, പ്രത്യാശ എന്താണ്, നിർമ്മലത എന്താണ്, ദൈവികത്വം എന്താണ്, ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത് നീതിയുള്ള വിധിയിൽ കൂടിയാണ്. അടുത്ത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുക. ആരന്വേഷിക്കുന്നു? പൂർണ്ണ ഹൃദയത്തോട്. നമ്മിൽ പൂർണ്ണ ഹൃദയത്തോടെ എത്ര പേരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? ദൈവഭക്ത കണ്ടെത്തിയിൽ അന്വേഷിക്കുന്നതേ ഉള്ളൂ. നമ്മളോ ആരൊക്കെ നമ്മളെ പഠിപ്പിച്ച് കണ്ടെത്തിയെന്ന് നമ്മളങ്ങ് ഏറ്റവും പറഞ്ഞു. സ്തോത്രം. തിരുവചനം വായിക്കുമ്പോഴൊക്കെ നമ്മുടെ തികവല്ല മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ കുറവാണ് മനസ്സിലാക്കാനുള്ളത്. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് അന്വേഷിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരുത്. ദൈവത്തിന്റെ
കൽപ്പന വിട്ട് ആരോ പോട്ടെ, ഭാര്യ പോട്ടെ, ഭർത്താവ് പോട്ടെ, മക്കളെ പോട്ടെ, അമ്മയപ്പന്മാർ പോട്ടെ, പക്ഷേ അവരവർക്ക് ദൈവത്തിന്റെ കൽപ്പന വിട്ടു നടക്കാൻ ഇടവരരുത്. കാരണം അവയെ കൊണ്ടാണ് ജീവിപ്പിക്കുന്നത്. ജീവിപ്പിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. പുനരുത്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്. ആ വചനത്തെ കൊണ്ടാണ് നമ്മളെ ഉയർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് വിട്ടു നടക്കേണ്ട വരരുത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനമാണ് നമ്മെ അക്ഷയമായി ഉയർപ്പിക്കുന്നത്. അപ്പൊ വചനത്തിന് പ്രിയമില്ലെങ്കിലോ ആരുയർക്കും? എവിടെ ഉയർക്കും? എന്തിനു വേണ്ടി ഉയർക്കും? ശിക്ഷാവിധിക്ക് വേണ്ടി ഉയർക്കും. സ്തോത്രം.